മക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ. അമ്മക്കിളിക്ക് സുഖമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് അമ്മക്കിളി വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോകാം മക്കളെ. അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ പുതിയത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. വാ മക്കളെ എല്ലാവരും. അമ്മക്കിളി നേരത്തെ കാണിച്ചായിരുന്നല്ലോ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് തൈകൾ വാങ്ങിച്ചത്. അതായത് മുളകും ബീൻസ് ഒരു കുക്കമ്പർ അതെല്ലാം വാങ്ങിച്ചത് ഞാൻ കാണിച്ചില്ലേ. അത് നമുക്കൊന്ന് ഇന്ന് പോയി ഒന്ന് നടാം കേട്ടോ. ഇതാണ് നമ്മൾ ആ വാങ്ങിച്ച ചെടികളെല്ലാം നമ്മൾ പാകിയതല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചത്. അത് നമുക്കൊന്ന് നടാൻ തുടങ്ങിയാലോ. നമ്മൾ ഗാർഡനിൽ വെജിറ്റബിൾ തൈകൾ നടാൻ വേണ്ടിയുള്ള സ്ഥലമെല്ലാം റെഡിയാക്കിയിട്ടിട്ടുണ്ടല്ലോ. അതെല്ലാം നമ്മളിനി അങ്ങോട്ട് നീറ്റായിട്ട് അങ്ങോട്ട് ഇച്ചിരി വെള്ളവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കങ്ങ് നടാം കേട്ടോ. ഇതാ ഇത്രയും ദൂരം ഞാൻ മണ്ണും വളവും ഫ്രൂട്ടും ചിപ്സ് എല്ലാം ഇട്ട് റെഡിയാക്കി പോയിട്ട് ഒരു ടിപ്സ് ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പച്ചക്കറികളും അത് ഏത് ചെടികൾ നടുകയാണെങ്കിലും എല്ലാ വർഷവും ഒരേ സ്ഥലത്ത് ഒരേപോലത്തെ ചെടികൾ നടരുത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പുറത്ത് മുളക് നിർത്തിയെടുത്തായിരുന്നു ബീൻസ് നട്ടിരുന്നത്. ഇവിടെ ഞാൻ തക്കാളിയും ലെറ്റ്യൂസ് അങ്ങനെ വഴുതന ഇതെല്ലാമായിരുന്നു നട്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനിവിടെ മാറ്റി പിടിച്ചു. ഈ പ്രാവശ്യം ഇവിടെ ബീൻസ്. ഒരേ സ്ഥലത്ത് എല്ലാ വർഷവും ഒരേ ചെടി നടാൻ പാടില്ല, മാറ്റി മാറ്റി നടണം. അപ്പോഴേ അതിൻ്റെ ആ വളത്തിന് ഇതിനനുസരിച്ച് അതിൻ്റെ വളർച്ച മാറുള്ളൂ എന്ന് പറയാം. അപ്പം ഈ വേറൊരു കാര്യം കേട്ടോ, ഞാൻ നടാൻ വന്നപ്പോൾ നോക്കണ്ടോ കുറേ തക്കാളി തൈ തന്നെ കിളിച്ചു വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇവിടെ കണ്ട് നിന്ന് തക്കാളി പൊട്ടി വീഴുമല്ലോ, അതിൽ നിങ്ങാണ്ട് കിളിച്ചു വന്നത് ഇവിടെ കണ്ടു പോകുന്നത്. ഞാൻ ആദ്യം കണ്ടില്ല, അറിയാതെ അങ്ങ് അതിൻ്റെ മണ്ടയ്ക്കോട്ടായി പോയി. അങ്ങനെ കുറേ തൈകൾ ഇവിടെ ഇങ്ങനെ കിളിച്ച് പോകണം. എത്രത്തോളം വരുമെന്ന് നോക്കതാ. ഇവിടെ നോക്കി, ഇതെല്ലാം തക്കാളിയാണ് കേട്ടോ, എനിക്കറിയാം. ഇതെല്ലാം തക്കാളി കണ്ടോ, കുറേ തൈകൾ വന്നിരിക്കുന്നു. ഇതെങ്ങനെ ഇവിടെ ഒരു തക്കാളി വീണാൽ മതിയല്ലോ, ഇഷ്ടം പോലെ വന്നോളൂ. അതേതായാലും അവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ഒരു 3-4 ഇല വിട്ട് കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതൊരു സർപ്രൈസുമാണ്, അതൊരു അഡീഷണൽ ഒരു ബോണസ് ആയിരുന്നു കേട്ടോ. ഇതാ മക്കളെ, അമ്മക്കളി മുളകും തൈ എല്ലാം നട്ട് കഴിഞ്ഞു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. കാരണം ഈ മുളകും തൈ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ കുറച്ച് വിത്ത് പാകിയിട്ടുണ്ട്. അത് വല്ലതും കിളിച്ച് വന്നാൽ അത് നടണമെങ്കിലേ ഒന്നിച്ചങ്ങിരിക്കണമല്ലോ മുളകല്ല. 13 തൈ വാങ്ങിച്ചു, അത് 13 നട്ട് കേട്ടോ. ക്യാപ്സിക്കം, കാന്താരി മുളക്, പിന്നെ കളറുള്ളത്, നമ്മുടെ സാധാരണ പച്ചമുളക്, അങ്ങനെ പല വെറൈറ്റി ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാം നട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബീൻസാണ് നട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കുറ്റി ബീൻസാണെന്ന് തോന്നുന്നു. കുറ്റി ബീൻസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ മൊത്തം അങ്ങ് കുറ്റി ബീൻസ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു 2 സെറ്റ് എനിക്ക് അപ്പുറത്തെ അമ്മച്ചി തന്നതാണ്. ഇത് വള്ളി ബീൻസാണ്. മുളകിൻ്റെ അപ്പുറം കുറേ സ്ഥലം കിടക്കുന്നില്ല, അവിടോട്ട് വള്ളി ബീൻസ് അങ്ങോട്ട് നട്ടിട്ട് കയറ് വലിച്ചു വെട്ടി കൊടുത്താൽ മതിയല്ലോ. അതിലിപ്പോൾ നട്ടു. ദൈവം കനിഞ്ഞ് നമുക്ക് ഫലങ്ങൾ നിറയെ തരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് ഇനി ഒരു ടിപ്സും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഒരു സർപ്രൈസ് ആണേ. നമുക്ക് ഈ സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ, നല്ല പ്രൊട്ടക്ഷന് വേണ്ടി 2 days സൺലൈറ്റ് ഡയറക്റ്റായി കിട്ടാതെ ഇരിക്കണം. ഒച്ചിൻ്റെ ശല്യം വെച്ച ഉടനെ അത് കയറി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പോകും. അപ്പം അതിന് ഞാൻ ഒരു കവർ മാതിരി ഒരു സംഭവം, ഇത് വളയിലാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു കാര്യം, ഇടയ്ക്ക് 2 എണ്ണം ചെടി വലുതായി പോയി, അതിന് മാത്രം വെച്ചില്ല, ബാക്കി എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. ഇന്ന് വലിയ വെയിലില്ല എങ്കിലും ഡയറക്റ്റാണ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വെച്ച എല്ലാ ബീൻസിൻ്റെ ഇതിനും ഞാൻ ഇതെങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കളെ, അങ്ങനെ അമ്മക്കിളി വാങ്ങിച്ച മുളകിൻ്റെയും ബീൻസിൻ്റെയും തൈകളെല്ലാം നട്ട് കഴിഞ്ഞു. ശരി, ഇതാണ് മക്കളെ അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.